ഹലോ ഗുട്ടൻ ടാഗ് വെൽക്കം ഓഫ് മൈനം കനാൽ വെൽക്കം ടു മൈ ചാനൽ ഈസി ജർമ്മൻ ഇൻ മലയാളം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫെർനൈനും മീൻസ് നെഗേഷൻ. അതായത് ഇപ്പം നമ്മൾ നോർമലായിട്ട് പറയുന്ന കുറേ കാര്യങ്ങളില്ലേ. ഇപ്പോൾ എനിക്കൊരു വീടുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു വീടില്ല. ഉണ്ടെന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യത്തെ നെഗറ്റീവാക്കി നമ്മൾ പറയുന്നു. ഇപ്പം ഐ ഹാവ് എ പെൻ, ഐ ഡോണ്ട് ഹാവ് എ പെൻ എന്ന് നമ്മൾ പറയില്ലേ. വളരെ നോർമലായിട്ടുള്ളൊരു കോമൺ ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ജർമ്മനിൽ അതിന് രണ്ട് വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് കൈൻ, മറ്റൊന്ന് നിഷ്ട്. ഓക്കെ, അതിൽ ആദ്യത്തെ നമുക്ക് കൈൻ നോക്കാം. കൈൻ എന്ന് പറയുന്നത് നോ ഓർ നോട്ട് എനി. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ നൗൺസ് വിത്ത് unbestimmt ആർട്ടിക്കിൾ. മറ്റൊന്ന് നോ ആർട്ടിക്കിളിൻ്റെ കൂടെ. unbestimmt ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ, അതായത് എ ഓർ ആൻ വെച്ചിട്ട് നമ്മൾ സെൻറ്റൻസുകൾ പറയാറില്ലേ. ഐൻ, ഐന. ഒരു എക്സാമ്പിൾ നോക്കാം. ഐ ഹാവ് എ കാർ, എനിക്കൊരു കാറ് ഉണ്ട്. ഇഷ് ഹാബ് ഐൻ ഔട്ടോ. സോ നമ്മളത് പറഞ്ഞു, എനിക്കൊരു കാറുണ്ട്. ഇനി എനിക്കൊരു കാർ ഇല്ല, ഐ ഡോണ്ട് ഹാവ് എ കാർ. അതെങ്ങനെ പറയാം? ഇഷ് ഹാബ് കൈൻ ഔട്ടോ. ഔട്ടോ എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ നൗണാണ്, ഡസ് ഔട്ടോ. അതുകൊണ്ട് കൈൻ. ഓക്കെ, എളുപ്പമല്ലേ? അപ്പോൾ ഐ ഹാവ് എ കാർ, ഐ ഡോണ്ട് ഹാവ് എ കാർ. ഇഷ് ഹാബ് ഐൻ ഔട്ടോ, ഇഷ് ഹാബ് കൈൻ ഔട്ടോ. ഇനി നോ ആർട്ടിക്കിൾ, അതായത് മാസ് നൗൺസ് ഓർ പ്ലൂറൽ നൗൺസ്, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് നൗണിൻ്റെയൊക്കെ കൂടെ. ഇവിടെ തന്നിരിക്കുന്നത് ഒരു പ്ലൂറൽ കേസാണ്. ഹീ ഹാസ് ഫ്രണ്ട്സ്, അവന് കൂട്ടുകാരുണ്ട്. എയർ ഹാർട്ട് ഫ്രോയിൻഡ്. ഇനി അവന് ഫ്രണ്ട്സ് ഇല്ല എന്നാണെങ്കിലോ, ഹീ ഹാസ് നോ ഫ്രണ്ട്സ്. എയർ ഹാർട്ട് കൈന ഫ്രോയിൻഡ്. ഇവിടെ കൈൻ, ഇവിടെ കൈനായി. കാര്യം ഇത് പ്ലൂറലാണ് അല്ലേ. പ്ലൂറൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ടേബിൾ പഠിച്ചിട്ടുണ്ട്, ഐന എന്നായിരിക്കും. ഐൻ ഐൻ ഐന ഐന നമ്മൾ പഠിച്ചിട്ടില്ലേ. സോ കൈന ഫ്രോയിൻഡ്. വേറൊരു 3 എക്സാമ്പിൾ കൂടി നോക്കാം. ദെയർ ഈസ് എ ഡൗട്ട്. എന്താണ്? ഡൗട്ട് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വെർബ് നിങ്ങൾക്കറിയാം, എസ്കിപ്റ്റ് ഐനൻ സ്വൈഫൽ. എസ്കിപ്റ്റ് ദെയർ ഈസ് ഓർ ദെയർ ആർ. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഷോർട്സ് വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട്. അതൊരു അക്യൂസാറ്റീവ് വെർബാണ്. സ്വൈഫൽ അതൊരു മസ്കുലിൻ നൗണാണ്. അപ്പോൾ ഐനൻ സ്വൈഫൽ. ഇനി ദെയർ ഈസ് നോ ഡൗട്ട്, അതായത് ഡൗട്ടൊന്നും ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ എസ്കിപ്റ്റ് കൈനൻ സ്വൈഫൽ. ഐനൻ എന്നുള്ളത് നമ്മൾ കൈനൻ എന്നായി. ഓക്കെ, ഇനി ഐ ഹാവ് എ ലോഡ് ഓഫ് ടൈം, എനിക്ക് ധാരാളം സമയമുണ്ട്. ഇഷ് ഹാവ് ഫീൽ സൈറ്റ്. ഇനി എനിക്ക് സമയമേ ഇല്ല എന്നാണ് പറയുന്നതെങ്കിലോ, ഐ ഹാവ് നോ ടൈം. ഇഷ് ഹാവ് കൈന സൈറ്റ്. സൈറ്റ് എന്ന് പറയുന്ന ഒരു ഫെമിനിൻ നൗണാണ്. സോ ഡി സൈറ്റ് ഐന എന്നുള്ളത് ഇവിടെ എന്താവും? കൈന സൈറ്റ് എന്നാവും. ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. ഐ ഓർഡർ എ കോഫി, ഞാനൊരു കോഫി ഓർഡർ ചെയ്യുന്നു. ഇഷ് ബെസ്റ്റെല്ല ഐനൻ കഫി. ഇനി ഐ ഡോണ്ട് ഓർഡർ എ കോഫി, ഞാൻ കോഫി ഓർഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഇഷ് ബെസ്റ്റെല്ല കൈനൻ കഫി. ഐനൻ എന്നുള്ളത് കൈനനായി. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾക്ക് A1കാർക്ക് വരാൻ സാധ്യതയുള്ളൊരു തെറ്റെന്താണെന്ന് വെച്ചാൽ, നമ്മളിത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ, സെക്കൻഡ് സെൻറ്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതാൻ സാധ്യത ഇങ്ങനെയായിരിക്കും. ഇഷ് ബെസ്റ്റെല്ല കൈനൻ ഐനൻ കഫി എന്ന് തെറ്റ് വരാൻ സാധ്യതയുണ്ട്. കാര്യം നമ്മളിത് അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യണ സമയത്ത്. അപ്പോൾ ഇവിടെ നമ്മളെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ ഐനൻ അതുപോലെ വീണ്ടും
ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കൈനൻ എന്ന് മാത്രം കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഈ ഒരു സെൻറ്റൻസ് നോക്കിയേ. ഇതിപ്പോൾ നമ്മൾ ഇഷ് ഹാബ ഐൻ ഔട്ടോ, ഐ ഡോണ്ട് ഹാവ് എ കാർ. അപ്പോൾ ഇഷ് ഹാബ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുമായിരിക്കും, കൈൻ എഴുതും, പിന്നെ എ കാർ. അപ്പോൾ ആ എക്ക് വീണ്ടും നിങ്ങൾ ചിലപ്പോൾ ഐൻ ഔട്ടോ. അപ്പോൾ ഇഷ് ഹാബ കൈൻ ഐൻ ഔട്ടോ അങ്ങനെ എഴുതുകയാണെങ്കിൽ അത് തെറ്റായിരിക്കും. അപ്പോൾ അങ്ങനെ എഴുതേണ്ട കാര്യമില്ല. ഓക്കെ. ഇനി അടുത്തത് nicht, not. It is used for bestimmt article, possessive pronouns, verbsൻ്റെ കൂടെ, adjectivesൻ്റെ കൂടെ, adverb, പിന്നെ prepositions. അതായത് നമുക്ക് എക്സാമ്പിൾ നോക്കാം. ബെസ്റ്റിംറ്റ് ആർട്ടിക്കിൾ, അതായത് ഡെയർ ഡസ് ഡി, ബെസ്റ്റിംറ്റ് ആർട്ടിക്കിൾ. ഒരു എക്സാമ്പിൾ നോക്കാം. ദസ് ഔട്ടോ ഫോൺ പീറ്റർ. അതായത് ആ ഒരു കാറ് പീറ്ററിൻ്റെ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സെൻറ്റൻസ്, അതായത് അത് പീറ്ററിൻ്റെ അല്ല എന്ന് പറയണം. അപ്പോൾ ദസ് ഈസ് നിഷ്ട് ദസ് ഔട്ടോ ഫോൺ പീറ്റർ. ആ കാർ എന്ന് പറയുന്നത് പീറ്ററിൻ്റെ അല്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്തു, ആ ഒരു നൗണിനെ ദസ് ഔട്ടോ അതിനെ നമ്മൾ നെഗേറ്റ് ചെയ്തു നിഷ്ട് ഉപയോഗിച്ചിട്ട്. ഓക്കെ. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് പൊസസീവ് പ്രോണൗൺസ്. അതായത് മൈൻ, ഡൈൻ, സൈൻ, അവൻ്റെ, എൻ്റെ, അവളുടെ പൊസസീവ് പ്രോണൗൺസ്. ദാറ്റ് ഈസ് മൈ കാർ, അത് എൻ്റെ കാറാണ്. ദസ് ഈസ് മൈ ഔട്ടോ. ദാറ്റ് ഈസ് നോട്ട് മൈ കാർ, അത് എൻ്റെ കാറ് അല്ല. അപ്പോൾ ദസ് ഈസ് നിഷ്ട് മൈൻ ഔട്ടോ. അപ്പോൾ ആ ഒരു പ്രോണൗണിനെ എന്ത് ചെയ്തു, നമ്മൾ നെഗേറ്റ് ചെയ്തു. ഓക്കെ. ഇനി വെർബ് ആക്ഷൻസ്, അതായത് ഇപ്പം പഠിക്കുക, ഉറങ്ങുക, എഴുതുക, വായിക്കുക, അങ്ങനെ വരുന്ന എല്ലാ ആക്ഷൻസും വെർബുകൾ. ഐ ക്യാൻ സ്വിം, എനിക്ക് നീന്താൻ കഴിയും. ഇഷ് കാൻ ഷ്വിമൻ, ഇനി എനിക്ക് നീന്താൻ കഴിയില്ല. ഐ കനോട്ട് സ്വിം. ഇഷ് കാൻ നിഷ്ട് ഷ്വിമൻ. ഓക്കെ, നമ്മൾ ആ വെർബിനെ എന്ത് ചെയ്തു, ഇവിടെ നെഗേറ്റ് ചെയ്തു. ഓക്കെ. ഇനി അടുത്തത് അഡ്ജക്റ്റീവ്സ്. മൈ ഹൗസ് ഈസ് ബിഗ്, എൻ്റെ വീട് വലുതാണ്. മൈൻ ഹൗസ് ഈസ് ഗ്രോസ്. ഇനി എൻ്റെ വീട് വലുത് അല്ല, ഇതിൽ ബിഗ് എന്നുള്ളതാണല്ലോ അഡ്ജക്റ്റീവ്. സോ മൈ ഹൗസ് ഈസ് നോട്ട് ബിഗ്. മൈൻ ഹൗസ് ഈസ് നിഷ്ട് ഗ്രോസ്. ഓക്കെ. ഇവിടെ നമ്മൾ അഡ്ജക്റ്റീവിനെ എന്ത് ചെയ്തു, നെഗേറ്റ് ചെയ്തു. ഇനി ആഡ്വേർബ്സ്. ഇതിൽ ഞാൻ സെൻറ്റൻസിൽ കൊടുത്തിരിക്കുന്നത് ടുഡേ, ഐ ആം ഗോയിങ് ടുഡേ. അപ്പോൾ ഈ ടുഡേ ആണ് ഇതിലെ ആഡ്വേർബ്. ഞാൻ ഇന്ന് പോകുന്നു. ഇഷ് ഗെയ ഹോയ്റ്റർ, ഞാനിന്ന് പോകുന്നില്ല. ഐ ആം നോട്ട് ഗോയിങ് ടുഡേ. ഇഷ് ഗെയ നിഷ്ട് ഹോയ്റ്റർ. അപ്പോൾ നമ്മൾ ആ ആഡ്വേർബിനെ നെഗേറ്റ് ചെയ്തു. ഇനി പ്രിപ്പോസിഷൻസ്. നമ്മൾ ധാരാളം പ്രിപ്പോസിഷൻസ് പഠിച്ചിട്ടുണ്ട്. അക്യൂസാറ്റീവ്, ഡാറ്റീവ്, വെക്സൽ പ്രിപ്പോസിഷൻസ്, മിറ്റ്, ഫോൺ, ഔഫ്, അങ്ങനെ പലതുണ്ട്. ഐ ആം ഗോയിങ് ഓൺ മൺഡേ, ഞാൻ എന്ത് ചെയ്യുന്നു, മൺഡേ പോകുന്നു. ഇഷ് ഗെയ മോൺടാഗ്, അമ്മ എന്നുള്ളതാണ് എന്ത് ഇവിടുത്തെ പ്രിപ്പോസിഷൻ. ഇനി ഐ ആം നോട്ട് ഗോയിങ് ഓൺ മൺഡേ, ഞാൻ മൺഡേ പോകുന്നില്ല. അപ്പോൾ ഇഷ് ഗെയ നിഷ്ട് മോൺടാഗ്. അപ്പോൾ ആ പ്രിപ്പോസിഷനെ നമ്മൾ എന്ത് ചെയ്തു, നെഗേറ്റ് ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിഷ്ട്
പ്ലേസ്മെൻറ്റ് ഇൻ സെൻറ്റൻസസ്. അതായത് ദ പൊസിഷൻ ഓഫ് നിഷ്ട് ചേഞ്ചസ് ദി മീനിങ്. ഈ നിഷ്ട് ഒരു സെൻറ്റൻസിൽ നമ്മൾ എവിടെയാണോ ഉപയോഗിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ആ സ്ഥാനത്തിനനുസരിച്ച് ആ സെൻറ്റൻസിൻ്റെ മീനിങ് വ്യത്യാസപ്പെടാം. അപ്പം ഞാനിവിടെ ഒരു സെൻറ്റൻസ് എടുത്തിട്ടുണ്ട്. ഐ ആം ഗോയിങ് ടു ദി സിനിമ വിത്ത് പീറ്റർ ടുനൈറ്റ് ഓർ ഇൻ ദി ഈവനിങ്. അതായത് ഞാൻ ഇന്നത്തെ ദിവസം, ഇന്ന് വൈകുന്നേരം പീറ്ററുമായിട്ട് സിനിമയ്ക്ക് പോകുന്നു. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇഷ് ഗെയർ heute Abend mit Peter ins Kino. അപ്പോൾ ഇതാണ് സെൻറ്റൻസ്. ഇനി ഈ സെൻറ്റൻസിൽ നമുക്ക് എവിടെയൊക്കെ നിഷ്ട് ഉപയോഗിക്കാൻ പറ്റും, അതിൻ്റെ മീനിങ് എങ്ങനെ ചേഞ്ച് ആവുമെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഐ ആം നോട്ട് ഗോയിങ് ഇൻ ദി ഈവനിങ് ടു ദി സിനിമ വിത്ത് പീറ്റർ. ഈ സെൻറ്റൻസിൻ്റെ നോർമലി വരുന്ന വേർഡ് ഓർഡർ എന്ന് പറയുന്നത് ഐ ആം നോട്ട് ഗോയിങ് ടു ദി സിനിമ ഇൻ ദി ഈവനിങ് എന്നാണ്. ഇങ്ങനെ എഴുതിയാലും തെറ്റില്ല. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്കത് കറക്റ്റ് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഐ ആം നോട്ട് ഗോയിങ് ഇൻ ദി ഈവനിങ് ടു ദി സിനിമ വിത്ത് പീറ്റർ എന്ന് വെച്ചാൽ ഇവിടെ ഈ നോട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ആ ഒരു സമയത്തെ നെഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഈവനിങ് എന്താണ് പീറ്ററുമായിട്ട് സിനിമയ്ക്ക് പോകുന്നില്ല. അതിൻ്റെ അർത്ഥം ഞാൻ വേറൊരു സമയത്തിന് പോകാം, ബട്ട് മേ ബി അറ്റ് അനദർ ടൈം. ഇഷ് ഗെയർ നിഷ്ട് am Abend mit Peter ins Kino. നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായോ? അതായത് ഞാൻ സിനിമയ്ക്ക് പോകുന്നു, അതായത് പോകും, പക്ഷേ ഈവനിങ് പോകുന്നില്ല എന്നാണ്. ഈ നിഷ്ട് നമ്മൾ നെഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു സമയത്തെയാണ് Abend. അതായത് വൈകുന്നേരം പോകുന്നില്ല, അതിനർത്ഥം പിന്നീട് എപ്പോഴേലും പോകാം, വേറെ സമയത്ത് പോകാം. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ഐ ആം ഗോയിങ് ടു ദി സിനിമ ഇൻ ദി ഈവനിങ് ബട്ട് നോട്ട് വിത്ത് പീറ്റർ. അപ്പോൾ ഇവിടെ നെഗേറ്റ് ചെയ്തിരിക്കുന്നത് ആ പീറ്ററിനെയാണ്, ആ വ്യക്തിനെയാണ്. ഇഷ് ഗെയർ am Abend nicht mit Peter ins Kino. അതായത് ഞാൻ വൈകുന്നേരം സിനിമയ്ക്ക് ആരൊപ്പം പോകുന്നില്ലെന്നാണ് പറയുന്നത്, പീറ്ററിനൊപ്പം പോകുന്നില്ല. അതിനർത്ഥം വേറെ ആരെങ്കിലുമായിട്ട് പോകാം. ഓക്കെ, ഇനി അടുത്തത് ഐ ആം ഗോയിങ് ഇൻ ദി ഈവനിങ് വിത്ത് പീറ്റർ ബട്ട് നോട്ട് ടു ദി സിനിമ. മൂന്നാമത്തെ സെൻറ്റൻസിൽ നമ്മൾ നിഷ്ട് ഉപയോഗിക്കുന്നത്, നോട്ട് ഉപയോഗിക്കുന്നത് സിനിമയ്ക്ക് മുന്നേറ്റാണ്. ആ സിനിമയെ നെഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇഷ് ഗെയർ am Abend mit Peter nicht ins Kino. ഞാൻ വൈകുന്നേരം പീറ്ററുമായിട്ട് സിനിമയ്ക്ക് പോകുന്നില്ല, പക്ഷേ വേറെ എന്തിനെങ്കിലും പോകാം. അപ്പോൾ ആ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളത് ഒന്നുകൂടി വീണ്ടും വീണ്ടും വായിച്ചു നോക്കുക, അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. ഓക്കെ, ഇനി ഇതിൽ ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വരുത്താവുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഐ ഡോണ്ട് ഹാവ് എ ഡോഗ്, എനിക്ക് ഡോഗ് ഇല്ല. അത് നമ്മളിപ്പോൾ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് വരുന്ന തെറ്റെന്ന് പറഞ്ഞാൽ ഇഷ് ഹാബ് നമ്മൾ നോട്ട് എന്നുള്ളതും ട്രാൻസ്ലേറ്റ് ചെയ്യും നിഷ്ട്. അത് കഴിഞ്ഞ് ഈ ആർട്ടിക്കിളിനെയും കൂടി നമ്മൾ എന്ത് ചെയ്യും, നെഗേറ്റ് ചെയ്യും. അതും കൂടി നമ്മൾ എന്ത് ചെയ്യും, എഴുതും. അപ്പോൾ ഐനൻ ഹുണ്ട്, അപ്പോൾ അത് തെറ്റാണ്. പകരം ഇഷ് ഹാബ് കൈനൻ ഹുണ്ട്, ഇതായിരിക്കും ശരി. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ട് മനസ്സിലാക്കി നോട്ട് എഴുതി വെച്ച് പഠിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.